നോക്കാൻ പോകുന്നത് വെച്ചാൽ കമ്പോസിഷൻ ഓഫ് വേപ്പർ ഫേസ് ആണ്. നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരു ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട് വിചാരിച്ചോ. ആ സൊല്യൂഷനിൽ എ എന്ന് പറഞ്ഞ ഒരു സോൾവെൻ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സൊല്യൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, ബീൻ്റെ പ്യുവർ സ്റ്റേറ്റിലെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, പോരായിട്ട് എന്താണ് എൻ്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് ഇൻ ദ ലിക്വിഡ് ഫേസിൽ, അതേപോലെ ബീൻ്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ട് ലിക്വിഡ് ഫേസിൽ. അപ്പോൾ നമുക്കറിയാം ഡെഫിനറ്റ്ലി എന്താവും ഇവിടുന്ന് എന്ത് ചെയ്യും, വേപ്പേഴ്സ് ഇങ്ങനെ പുറത്തോട്ടേക്ക് ഇങ്ങനെ വരും, കുറേ വേപ്പേഴ്സ് ഒക്കെ വരും, എൻ്റെ കുറച്ചുണ്ടാവും, ബീൻ്റെ വേപ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ എന്താ അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു ഖൈ എ പ്ലസ് പി നോട്ട് ബി ഇൻറ്റു ഖൈ ബി. ഓക്കെ, ഇതെല്ലാം അറിയാം. ഇനി നമ്മൾ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേപ്പേഴ്സ് വന്നിട്ടുണ്ട്, വേപ്പർ പ്രഷർ ഉണ്ടായിട്ടുണ്ട്, വേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആ വേപ്പേഴ്സിൽ എന്തുണ്ടാവും, കുറച്ച് വേപ്പേഴ്സ് എൻ്റെ ഉണ്ടാവും, കുറച്ച് വേപ്പേഴ്സ് ബീൻ്റെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ എൻ്റെ വേപ്പർ സ്റ്റേറ്റിലുള്ള മോൾ ഫ്രാക്ഷൻ അതിനാണ് നമ്മൾ വിളിക്കാൻ വൈ എന്നും, ബിയുടെ വേപ്പർ സ്റ്റേറ്റിലുള്ള മോൾ ഫ്രാക്ഷൻ നമ്മൾ വിളിക്കും എന്താ വൈ ബി എന്നും വിളിക്കും. സോ അത് കണ്ടെത്താൻ നമ്മൾ ആക്ച്വലി ഏത് റൂളാണ് ഉപയോഗിക്കുന്നത്, ഏത് ലോ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡാൾട്ടൺസ് തിയറമാണ്. അത് ഡയറക്റ്റ് അങ്ങ് ഓർമ്മിച്ച് വെച്ചാൽ മതി. നമുക്ക് പറയാൻ പറ്റും വൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു പി എ ഡിവൈഡ് ബൈ ടോട്ടൽ വേപ്പർ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു ഖൈ എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഇൻറ്റു ഖൈ എ പ്ലസ് പി നോട്ട് ബി ഇൻറ്റു ഖൈ ബി. ഇതാണ് ഇക്വേഷൻ. സിമിലർലി വൈ ബിക്കും കൂടി ഇതേ ടൈപ്പ് ഇക്വേഷൻ തന്നെ വരാൻ. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ ഇപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം പറഞ്ഞാൽ ഇത്ര നേരം പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. നമുക്ക് അഥവാ എന്താണ് പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ വന്നിട്ടുണ്ട്, പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ അതേപോലെ മോൾ ഫ്രാക്ഷൻ ഇൻ ദി ലിക്വിഡ് ഫേസ് വന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് മോൾ ഫ്രാക്ഷൻ ഇൻ ദി വേപ്പർ ഫേസും കൂടി കണ്ടെത്താൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഒരു കൺസെപ്റ്റാണ് ഫോർ ഐഡിയൽ സൊല്യൂഷൻസ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഈ റാവൾസ് ലോ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഐഡിയൽ സൊല്യൂഷനിലെ കേസ് എന്താണ്, എ ഇൻട്രാക്ഷൻ അതും ബി ഇൻട്രാക്ഷനും എന്തായിരിക്കും ഇസിക്വൽ ടു എ ബി ഇൻട്രാക്ഷൻ എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ എ ബി എന്നൊക്കെ പറയുന്നത് എന്താ ഡൗട്ട് ഉണ്ടാവും അല്ലേ. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പ്യുവർ ലിക്വിഡ് എടുത്തിട്ടുണ്ട്, എ എന്ന് പറഞ്ഞ ലിക്വിഡ്. ആ ലിക്വിഡിനുള്ളിൽ പല മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, ആ മോളിക്യൂൾസ് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻസ് നമുക്കറിയാം പല രീതിയിലുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ട്, പിന്നെ അയോൺ ഡൈപോൾ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഹൈഡ്രജൻ ബോണ്ട് ഇൻട്രാക്ഷൻസ് ഉണ്ട്, പിന്നെ ഡൈപോൾ ഇൻട്രാക്ഷൻസ് ഉണ്ട്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഇൻട്രാക്ഷൻസ് ഉണ്ട്, പിന്നെ നമ്മൾ പഠിച്ച ലാസ്റ്റ് ഉള്ളത് വാൻ ഡെർ വാൽ ഫോഴ്സസ് ഓഫ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഇത്തരത്തിൽ പല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പം ഒരു സൊല്യൂഷന് അത് ഐഡിയൽ ആവണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എ ഇൻട്രാക്ഷനും അതേപോലെ ബി ഇൻട്രാക്ഷനും എ ബി ഇൻട്രാക്ഷനും സെയിം ആവണം, എങ്കിലേ ഐഡിയൽ ആവുള്ളൂ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം അങ്ങനെ ഐഡിയൽ ആയാൽ മാത്രമേ നമുക്ക് ഇത്ര നേരം പറഞ്ഞ റാവൾസ് ലോ ഒബേ ചെയ്യുള്ളൂ. ഇപ്പോൾ റാവൾസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കണം, അത് ഐഡിയൽ ആയിരിക്കണം. ഓക്കെ, റാവൾസ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഐഡിയൽ അല്ലാത്ത സൊല്യൂഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും. എനിവേസ് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അസറ്റോണും ക്ലോറോഫോമും എടുത്തിട്ടുണ്ട്. അസറ്റോണിൻ്റെ ഇതെങ്ങനെയാണ്, അസറ്റോൺ ഇങ്ങനെ ഉണ്ടാവാൻ CH3. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു അസറ്റോൺ എടുക്കുകയാണ്. ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ, ഓക്സിജൻ ഹൈഡ്രജൻ അല്ല, ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഇവിടെ ഓക്സിജനും കാർബണും തമ്മിൽ ഒരു പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അതേപോലെ മറ്റൊരു ഓക്സിജൻ ഒരു കാർബണും തമ്മിലൊരു ഇത് വരില്ലേ, നോക്കോ, മറ്റൊരു ഓക്സിജനും മറ്റൊരു കാർബണും തമ്മിൽ ഇതുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെയുള്ള ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോളാണ്. ഇവിടെ ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓക്സിജനും കാർബണും തമ്മിൽ ഡൈപോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ സിമിലർ ആയിട്ട് മറ്റൊരു കാർബണും ഓക്സിജനും വരുമ്പോൾ അവിടെ ഒരു ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ് ഉണ്ടാവുക. സോ ഡൈപോൾ ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ആവുന്ന സമയത്ത് ക്ലോറോഫോമിലുള്ള എന്താ ഉള്ളത്, ക്ലോറോഫോം CH ഉണ്ട്, വേറൊരു CL ഉണ്ട്, ഇവിടെ ഒരു CL ഉണ്ട്, ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് വരും. അപ്പോൾ വേറൊരു അടുത്തൊരു എന്താണ് ഒരു ഇവിടെ ഒരു CL ഉണ്ട്, ഇവിടെ ഒരു CL ഉണ്ട്, ഇവിടെ ഒരു CL ഉണ്ട്, ഒരു H ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ക്ലോറിനും ഈ കാർബണും തമ്മിൽ. അപ്പോൾ ഇവിടെ എന്താ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഇവർ രണ്ടാളും ഒരുമിച്ച് ചേർത്ത് ഇവിടെ ഇപ്പം ഉള്ളത് എ ഇൻട്രാക്ഷൻ, രണ്ട് മോളിക്യൂൾസ് തമ്മിൽ എ ഇൻട്രാക്ഷൻ, ബി ഇൻട്രാക്ഷൻ, ഡൈപോൾ ആണ്. ഈ മൂന്നാമത്തെ കേസാണ് ഇവർ രണ്ടാളും ഒരുമിച്ച് നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന സംഭവത്തിൽ നോക്കി നോക്ക്. ഇവിടെ ഓക്സിജന് ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ഉണ്ട്. ഇവിടെ നോക്കി നോക്ക് ഉണ്ടാകുന്ന ബോണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ടാണ്. നമുക്കൊക്കെ അറിയാം ഹൈഡ്രജൻ ബോണ്ട് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ ഡൈപോൾ ഇൻട്രാക്ഷൻസ്, റൈറ്റ്. അങ്ങനെയാവുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ പറയും ഓക്കെ ശരി, ഇവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ എന്നാൽ ഇയാളുടെ വേപ്പർ പ്രഷർ പ്ലസ് ഇയാളുടെ വേപ്പർ പ്രഷർ, അതാണ് റാവൾസ് ലോ പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻസും കൂടി നമ്മൾ ആക്ച്വലി കണക്കെടുക്കണ്ടേ. അല്ലാണ്ട് വെറും വേപ്പർ പ്രഷർ മാത്രം ആഡ് ചെയ്തിട്ടുള്ളത് തിയറിറ്റിക്കൽ രീതിയിലായി പോകും.
അല്ലേ? അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആൾക്കാരുടെ വേപ്പർ പ്രഷർ ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കില്ല ഇയാളുടെ വേപ്പർ പ്രഷർ കുറച്ചും കൂടി കുറവായിരിക്കും. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതൊരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെന്ന കാര്യം മനസ്സിലാക്കുക. കാരണം ഇവിടെയുള്ള ഇൻട്രാക്ഷനും എല്ലാം ഇവർ രണ്ടാളും മിക്സ് ചെയ്തപ്പോൾ കിട്ടുന്ന സൊല്യൂഷനുള്ള ഇൻട്രാക്ഷൻ. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയോ, ഹെക്സൈനും ഹെപ്റ്റൈനും എടുത്തിട്ടുണ്ട്. ഹെക്സൈനിൽ എന്താണുള്ള കുറേ കാർബൺ ഉണ്ട്. അപ്പോൾ എന്താണ് രണ്ട് മോളിക്യൂൾസ് ഓഫ് ഹെക്സൈൻ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആണ്. വലിയ പ്രത്യേകിച്ചുള്ള ഇൻട്രാക്ഷൻ ഒന്നല്ല, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സോ ഇൻട്രാക്ഷൻ. അപ്പോൾ നമുക്കറിയാം വെരി വീക്കായ ഇൻട്രാക്ഷൻ. അപ്പോൾ നോർമലി വീക്ക് ഇൻട്രാക്ഷൻസ് നമ്മൾ വോണ്ടർവാൾ ഇൻട്രാക്ഷൻ എന്നാണ് പറയാൻ, റൈറ്റ്? ഇവിടെ വോണ്ടർവാൾ ഇൻട്രാക്ഷൻ ആണ്. അതേപോലെ ഹെപ്റ്റൈനിലും വോണ്ടർവാൾ ഇൻട്രാക്ഷൻ ആണ്. രണ്ടുപേരും സൊല്യൂഷൻസ് എടുത്ത് കഴിഞ്ഞാലും കാർബൺ ഹൈഡ്രജൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെയും നോർമലായിട്ടുള്ള വോണ്ടർവാൾ ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻട്രാക്ഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഇൻട്രാക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ ഈ പറഞ്ഞ സൊല്യൂഷൻ എന്താണ്? അത് ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഇവിടെ റാവൾസ് ലോ അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി എന്താണ് ഐഡിയൽ സൊല്യൂഷൻ ആവണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എ ഇൻട്രാക്ഷൻ ബി ഇൻട്രാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ എ ബി ഇൻട്രാക്ഷൻ. ഇത്ര നേരം ഞാൻ പറഞ്ഞു, ശരി. ഇനി ഡെൽറ്റ എച്ച് മിക്സ് അതെന്തായിരിക്കണം? 0 ആവണം ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ. അതിൻ്റെ അർത്ഥം ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ നമുക്കറിയാം ഇൻട്രാക്ഷൻസ് സെയിം ആണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞു. എ ബി ഇൻട്രാക്ഷൻ സെയിം, എ ഇൻട്രാക്ഷൻ സെയിം, ബി ഇൻട്രാക്ഷൻസ് ഒക്കെ സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻട്രാക്ഷൻ സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ആ പറഞ്ഞ ബോണ്ട് ലെങ്ത് അത് സെയിം ആവണ്ടേ? അതിനായിരിക്കും ബി തമ്മിലുള്ള ബോണ്ട് ലെങ്ത്തും എയും തമ്മിലുള്ള ബോണ്ട് ലെങ്ത്. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. അങ്ങനെ ബോണ്ട് ലെങ്ത് സെയിം ആണെങ്കിൽ അവർ തമ്മിലുള്ള വോളിയവും പെർഫെക്റ്റ്ലി സെയിം ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വോളിയം സെയിം ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം അതെന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അതാണ്. ഇനി അടുത്ത ഡെൽറ്റ എച്ച് മിക്സ് അതെന്തുകൊണ്ട് 0 ആവണം? അപ്പോൾ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് ആണ്. ഓക്കെ, അതിന് അത് എന്തുകൊണ്ട് 0 ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എയും ബിയും എങ്ങനെയാണ് വേപ്പർ പ്രഷറായി മാറുന്നത്? എ ഇൻട്രാക്ഷൻ ബ്രേക്ക് ആകുമ്പോൾ ബി ഇൻട്രാക്ഷൻ ബ്രേക്ക് ആകുമ്പോൾ അങ്ങനെ ഒരു എയും ബിയും ഒരുമിച്ച് കൂടിച്ചേരുമ്പോഴാണ് ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ആവുക. ഓക്കെ, ഫൈൻ. അപ്പോൾ എ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ രണ്ട് മോളിക്യൂൾസ് ഓഫ് എയുടെ ഇടയിലുള്ള ഇൻട്രാക്ഷൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എനർജി പ്ലസ് രണ്ട് ആറ്റംസ് ഓഫ് ബിൻ്റെ ഇൻട്രാക്ഷൻസ് തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന എനർജിയും ആ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി കിട്ടുന്ന എനർജി എന്ന് ഞാൻ പറയട്ടെ. ഇവിടെയുള്ള എനർജി ബ്രേക്ക് ചെയ്യാനുള്ള എനർജി ഞാൻ E1 എന്ന് വിളിക്കുകയാണ്. ഇയാൾ ബ്രേക്ക് ചെയ്യുന്ന എനർജി ഞാൻ E2 എന്ന് വിളിക്കുകയാണ്. ശരി, അതേ എനർജിയാണ് ഇത് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ്, പ്ലസ് എനർജിയാണ്. ഫൈൻ. ഇനി അതേ എനർജി തന്നെയാണ് എന്ത് ഇവിടുന്ന് ഈ പറഞ്ഞ എയും ബിയും തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ട് ഉണ്ടല്ലോ, എയും ബിയും തമ്മിലും പുതിയതായിട്ട് ഉണ്ടാകുന്ന ബോണ്ട്. അപ്പോൾ ബോണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ എനർജി പുറത്തോട്ടേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന E3 എന്ന് പറഞ്ഞ എനർജി എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ എനർജി. ദാറ്റ് മീൻസ് വി കുഡ് സേ ദാറ്റ് E3 ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2 എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ എന്താണ് എൻതാൽപ്പി ചേഞ്ച് 0 ആണ്. ഇവിടെ എൻതാൽപ്പി ചേഞ്ച് 0 ആണ്, കറക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഐഡിയൽ സൊല്യൂഷനിൽ എൻതാൽപ്പി ചേഞ്ച് 0 ആയിരിക്കും. ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻട്രോപ്പി എന്തുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് പറയുന്നത്? എൻട്രോപ്പി നെഗറ്റീവ്, ദാറ്റ് മീൻസ് എൻട്രോപ്പി ഉണ്ട് എന്നാണ് പറയുന്നത്. സോറി, എൻട്രോപ്പി പോസിറ്റീവ്, ദാറ്റ് മീൻസ് എൻട്രോപ്പി ഉണ്ട്. എൻട്രോപ്പി എന്ന് പറയുന്നത് റാൻഡംനെസ് ആണ്. എ എന്ന് പറഞ്ഞാൽ ഒരു സിമെട്രിക് ആയ സിസ്റ്റമാണ്. ബി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ സിമെട്രിക്. പക്ഷേ നമ്മൾ അതിന് രണ്ടിലും മിക്സ്ചർ ആയിട്ട് ഒരു സൊല്യൂഷൻ ആക്കി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എ ബി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അപ്പോൾ അവിടെ സിമെട്രിസിറ്റി കുറഞ്ഞ്, സോ റാൻഡംനെസ് കൂടി, അതുകൊണ്ട് എൻട്രോപ്പി കൂടി, സോ എൻട്രോപ്പി പോസിറ്റീവ്. ഡെൽറ്റ ജി മിക്സ് അതെന്തുകൊണ്ട് നെഗറ്റീവ് വന്നത്? അതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി മിക്സ് എന്ന് പറഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജിയാണ്. അതിൻ്റെ ചേഞ്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ നമ്മളാരും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് എ ബി ഇൻട്രാക്ഷൻസ് ഫോം ചെയ്തോളൂ. നമ്മൾ എക്സ്ട്രാ എനർജി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ ഫോം ചെയ്യാൻ വേണ്ടി. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കുന്നു, അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒറ്റയ്ക്ക് നടന്നുള്ളൂ. സോ ദിസ് ഈസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഫോർ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇനി നമുക്ക് ഇവരെ ഗ്രാഫ് എന്ന് നോക്കാം അല്ലേ? ഗ്രാഫ് നോക്കട്ടെ. ഇത് ആദ്യം നമ്മൾ കൈ എ 1 കൊടുക്കുകയാണ്, പിന്നെ കൈ എ 0, അതേപോലെ ഇവിടെ കൈ ബി 0, കൈ ബി 1. അപ്പോൾ കൈ എ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് വെറും എന്താ ഉള്ളത്? സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ സോൾവെൻറ്റ് മാത്രമുള്ള ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ എന്നത് പ്യുവർ സ്റ്റേറ്റിൽ വേപ്പർ പ്രഷറാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും PA0 എന്ന് പറയാൻ പറ്റും. ഇനി മെല്ലെ ഇവിടെ സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പറഞ്ഞാൽ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞ് 0ലേക്ക് എത്തി. അങ്ങനെ 0ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വേപ്പർ പ്രഷർ എന്തായി? 0 ആയി സ്വാഭാവികമായിട്ടും. ഇനി ആ ഗ്രാഫ് എങ്ങനെ വരാൻ? കാരണം വെച്ചാൽ നമുക്കറിയാം PA ഇസ് ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ, റൈറ്റ്? അപ്പോൾ എന്താണ് വേപ്പർ പ്രഷർ? അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ ആണ്, റൈറ്റ്? വേപ്പർ പ്രഷർ ദാറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ എന്ന് വെച്ചാൽ കൈ എ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വേപ്പർ പ്രഷറും കുറയും എന്നുള്ള കാര്യം ഒബ്വിയസ് ആണ്. അപ്പോൾ നോക്കിയോ മെല്ലെ കൈ എ കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മെല്ലെ കുറഞ്ഞത് 0ലേക്ക് പോയി. സിമിലർലി കൈ ബി എന്ന് പറഞ്ഞാൽ പ്യുവർ സ്റ്റേറ്റിലുള്ള
പി ബി ആണ്. അപ്പം കൈ ബി മെല്ലെ കുറയുമ്പോൾ കൈ ബിയും 0ലേക്ക് പോയി. ഇനി ഇവർ രണ്ടാളുടെയും ഗ്രാഫ് ഒരുമിച്ച് കിട്ടണമെങ്കിൽ അതാണ് നമ്മുടെ പി ടോട്ടൽ ദാറ്റ് പി എ പ്ലസ് പി ബി ആ ഒരു ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ പറഞ്ഞ പോയിന്റ് എന്തിനാണ് ഇവിടെ കൊടുത്തതെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം ഏതൊരു പോയിന്റാണ് ഇവിടെ കൈ എ 0.7 കൈ ബി 0.3 ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0.7 എന്ന പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന പി എ എന്ന് പറഞ്ഞ ഗ്രാഫ് ഏതാ? ഇതാണ് ഗ്രാഫ് അല്ലേ. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അങ്ങോട്ട് കറക്റ്റ് ആക്കുക, ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി പി ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിലോ, പി ബി എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിലുള്ള പി ബി ഗ്രാഫ്, ദിസ് ഇസ് ദ പി ബി ഗ്രാഫ്. സോ ഇതാണ് നമ്മുടെ പി ബി എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ടോട്ടൽ പ്രഷർ എന്നാണ് ഇതും ആഡ് ചെയ്തിട്ടുള്ളതാണ്, അതാണ് മുകളിലുള്ള പോയിന്റ്. കണ്ട ആ ഒരു കറക്റ്റ് എല്ലാ പോയിന്റ്സും കോയിൻസൈഡ് ആവുന്നുണ്ട്. And if the total vapor pressure of the liquid mixture A is given by the equation, then the ratio of the vapor pressure of pure liquids A and pure liquid B. നമുക്ക് തന്നിട്ടുണ്ട് P is equal to 180 കൈ A പ്ലസ് 90 ഗിവൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടെത്താൻ പ്യൂർ ലിക്വിഡ്സ് എയുടെയും പ്യൂർ ലിക്വിഡ് ബിയുടെയും വേപ്പർ പ്രഷറിൻ്റെ റേഷ്യോ. പ്യൂർ ലിക്വിഡ് എന്റെ വേപ്പർ പ്രഷർ കണ്ടെത്തുന്നത് ഇത് ടോട്ടൽ വേപ്പർ പ്രഷർ തന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ് കൈ എയുടെ വാല്യൂ 1 ആണെങ്കിൽ ഈ പറഞ്ഞ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ കൈയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെറും കൈയോ മാത്രമേ ഉള്ളൂ, വെറും കൈയെ മാത്രം. ദാറ്റ് മീൻസ് ഓൺലി സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഐ കുഡ് സേ ദിസ് ഇസ് പി നോട്ട് എ. സോ ഇത് 1 എന്ന് ഞാൻ മനസ്സിലാക്കാം. സോ 180 പ്ലസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 270 എന്ന് കിട്ടും. ഇനി കൈയുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞാൽ ഇതാ അവിടെ സോൾവെൻറ്റേ ഇല്ല, വെറും സൊല്യൂട്ട് മാത്രം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പി നോട്ട് ബി എന്ന് പറയാൻ പറ്റും. സോ പി നോട്ട് ഇത് 0 ആയിക്കഴിഞ്ഞാൽ 90 എന്ന് പറയാൻ പറ്റും. ഇനി ഇവ രണ്ടാളെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 270:90. സേർ പറഞ്ഞ മെത്തേഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ രീതിയിൽ മെത്തേഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ 3:1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വേപ്പർ പ്രഷർ ഓഫ് ഇഥൈൽ ആൽക്കഹോൾ ആൻഡ് മീഥൈൽ ആൽക്കഹോൾ ആർ 45 mm. അപ്പം ഓക്കെ, ഇത് പ്യുവർ സ്റ്റേറ്റിലായിരിക്കും പറയുന്നത്. സോ ഐ കുഡ് സേ പി നോട്ട് എ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എ ഞാൻ ഇഥൈൽ ആൽക്കഹോൾ എടുക്കുകയാണ്, ദാറ്റ് ഈസ് 45 mm. പി നോട്ട് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ 90 mm. ഇനി ഐഡിയൽ സൊല്യൂഷൻ ഈസ് ഫോംഡ് ബൈ ടെമ്പറേച്ചർ 60 grams. എന്താ കണ്ടെത്താൻ പറയുന്നത്? ടോട്ടൽ വേപ്പർ പ്രഷർ. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ടോട്ടൽ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഗിവൺ കൈ എ ഗിവൺ അല്ലല്ലോ. കൈ എങ്ങനെ കണ്ടെത്താൻ പറ്റും? കൈ എന്ന് പറഞ്ഞാൽ മോൾസ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഗ്രാംസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോളിക്കുലർ മാസ് ഞാൻ ഇപ്പോൾ അറിഞ്ഞുകൂടാ, മോളിക്കുലർ മാസ് ഹോൾ ഡിവൈഡ് ബൈ 60 ബൈ മോളിക്കുലർ മാസ്. ഞാൻ മോൾ ഫ്രാക്ഷൻ കണ്ടെത്തിയാണ്. പിന്നെ മറ്റവൻ്റെ 40 ഡിവൈഡ് ബൈ അതിൻ്റെ മോളിക്കുലർ മാസ്. അങ്ങനെ മോൾ ഫ്രാക്ഷൻ കിട്ടും. സിമ്പിളായിട്ട് ഇക്വേഷൻ അപ്ലൈ ഉത്തരം കിട്ടും. വളരെ ലെങ്തി ക്വസ്റ്റ്യൻ ആണ് ഇവൻ തോ. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ലിക്വിഡ്സ് എ ആൻഡ് ബി ഫോം ഐഡിയൽ സൊല്യൂഷൻ ഫോർ ഓൾ കോമ്പോസിഷൻസ് ഓഫ് എ. 2 സൊല്യൂഷൻസ് വിത്ത് 0.25 മോൾ ഫ്രാക്ഷൻസ്. ഓക്കെ, ശരി. 2 സൊല്യൂഷൻ ഉണ്ട്, എയും ബിയും. ആ രണ്ടും ആഡ് ചെയ്തപ്പോൾ വേറൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ആ സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ 0.3 തന്നിട്ടുണ്ട്. അതുമാത്രമല്ല അവിടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0.25 ആണ് എയുടേത്. ദാറ്റ് മീൻസ് പി നോട്ട് എ. ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഇതാണല്ലോ, ഇൻറ്റു കൈ എ. സോ കൈയുടെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.25 പ്ലസ് 0.25 ഞാനൊരു രീതിയിൽ എഴുതാമാണ്. എങ്ങനെയാണ്? 1/4 എന്ന രീതിയിൽ എഴുതാം, അതല്ല ബെറ്റർ. പ്ലസ് ഇവിടെ പി നോട്ട് ബി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷനത്തെ 0.25 എന്ന് പറഞ്ഞിട്ടുള്ളത് മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് 3/4 പാർട്ട് അതെന്തായിരിക്കും? ബി ആയിരിക്കും. കാരണം പറയാം 1 മൈനസ് കൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു കൈ ബി. ഇനി അടുത്ത സൊല്യൂഷൻ്റെ മോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വേപ്പർ പ്രഷർ ഇതാണ് പി നോട്ട് എ. അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 0.5 ദാറ്റ് ഈസ് 1/2 ഇസ് ഈക്വൽ ടു പി നോട്ട് ബി ബൈ 2. കാരണം 1/2 രണ്ടും 1 ആയിട്ട് വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇവിടുന്ന് നോർമലായിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. പി എയും പി ബിയുടെയും വാല്യൂ എല്ലാത്തിനും വാല്യൂ കിട്ടും. ജെ ഡാൻസ് ക്വസ്റ്റ്യൻ നോക്കി ഇത്ര സിമ്പിളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് വേപ്പർ പ്രഷർ ഓഫ് എ ആൻഡ് ഓക്കെ 90 mm ആണ്, 15 mg ആണ്. ഇഫ് എ ആൻഡ് ബി ആർ മിക്സഡ് സച്ച് ദാറ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ ദി മിക്സ്ചർ ഈസ് 0.6, മോൾ ഫ്രാക്ഷൻ ബി ഇൻ ദി വേപ്പർ ഫേസ് ഈസ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടെത്തും. ടോട്ടൽ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്യൂർ സ്റ്റേറ്റിൽ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. പോകാനായിട്ട് എയുടെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ കിട്ടിയാൽ ബിയുടെ മോൾ ഫ്രാക്ഷൻ സുഖമായിട്ട് കിട്ടും. ബിക്കോസ് 0.4 0.6 1 കുറച്ച് 1 0.6 കുറച്ച് 0.4. അപ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടും. ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പി എ ഡിവൈഡഡ് ബൈ പി ടോട്ടൽ. ഇതാണ് എന്ത്? എന്തായിരുന്നു? വൈ എ കിട്ടും. വേപ്പർ പ്രഷർ ബി ഇതാണ് എടുത്താണ്, വൈ ബി ആണ് എടുത്താൻ പറയുന്നത്. വേപ്പർ ഫേസിലുള്ള കമ്പോസിഷൻ ബിയുടെ ആണ് എടുത്താൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പി ബി ഡിവൈഡഡ് ബൈ പി ടോട്ടൽ. കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ജെ മെയിൻസിലുള്ള ഒരു ജെ മെയിൻസും ജെ അഡ്വാൻസിന് മേ ബി ചോദിക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ആ സൊല്യൂഷനുള്ളിൽ എയും ബിയും ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു മിക്സ്ചറാണ്, സൊല്യൂഷൻ്റെ മിക്സ്ചർ. ഓക്കെ, അപ്പോൾ എ ബി ഒക്കെ വേപ്പേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഇൻഫോർമേഷൻസ് എന്താണ്?
അവരുടെ ഇനീഷ്യലായിട്ടുള്ള പ്യൂർ സ്റ്റേറ്റിലുള്ള വേപ്പർ ഫേസസും അവരുടെ മോൾ ഫ്രാക്ഷൻസും തന്നിട്ടുണ്ട്. കൈ എ മാത്രമേ തന്നിട്ടുള്ളൂ, കൈ ബി തന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം 1 - കൈ ചെയ്താൽ മതി, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി പറയാണ് ഈ പറഞ്ഞ വേപ്പേഴ്സ്, ഇതിൻ്റെ അകത്തുള്ള വേപ്പേഴ്സ് ഒക്കെ മറ്റൊരു കണ്ടെയ്നറിലേക്ക് കൊണ്ടുപോവാണ്. ആ കണ്ടെയ്നറിൽ നിന്ന് ആ വേപ്പേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലിക്വിഡായിട്ട് മാറുകയാണ്. എന്നിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഈ പറഞ്ഞ രണ്ടാമത്തെ കണ്ടെയ്നറിൽ ഉണ്ടാവുന്ന വേപ്പേഴ്സിൻ്റെ കോമ്പോസിഷൻ കണ്ടെത്താനാണ് പറയാൻ. പിന്നെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം, ഇവിടെയുള്ള വേപ്പേഴ്സാണ് ഇവിടെ പോയത്, ആ വേപ്പേഴ്സ് കണ്ടൻസ് ആയിട്ടാണ് ലിക്വിഡ് ഉണ്ടായത്. ദാറ്റ് മീൻസ് ഇവിടെയുള്ള വേപ്പേഴ്സ് ഇവിടെ പോയി, അതാണ് ഇവിടെ കണ്ടൻസ് ആയി ലിക്വിഡ് ആകുന്നത്. അപ്പോൾ ഇവിടെയുള്ള ലിക്വിഡ് ഫേസിലുള്ള കമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ 1ലുള്ള വേപ്പർ ഫേസിലുള്ള കമ്പോസിഷനായിട്ട് കറക്റ്റ് ആവില്ല. കാരണം കണ്ടെയ്നർ 1ലുള്ള വേപ്പേഴ്സ് ആണ് കണ്ടെയ്നർ 2ലേക്ക് പോയത്. ആ കണ്ടെയ്നർ 2 കണ്ടൻസ് ആയിട്ടാണ് അവിടെ ലിക്വിഡ് ഉണ്ടായത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള കണ്ടെയ്നർ 1ലുള്ള വേപ്പർ ഫേസസിലുള്ള കമ്പോസിഷൻസ് കണ്ടെത്തും. അതാണ് കണ്ടെയ്നർ 2ലുള്ള ലിക്വിഡ് ഫേസിലുള്ള കമ്പോസിഷൻ എന്ന രീതിയിൽ മനസ്സിലാക്കും. അങ്ങനെ ഇവിടെ P0A P0B അത് മാറുന്നില്ലല്ലോ, അത് വെച്ച് നമ്മൾ ടോട്ടൽ പ്രഷർ കണ്ടെത്തും. അത് വെച്ച് ടോട്ടൽ പ്രഷർ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെയുള്ള YA YBയും കണ്ടെത്തും. ദാറ്റ് മീൻസ് വേപ്പേഴ്സിൻ്റെ കമ്പോസിഷൻ കണ്ടെത്തും. അതാണ് നമ്മുടെ മെത്തേഡ്. ഇനി ഒരു ജനറൽ മെത്തേഡായിട്ട് സാർ ഒരു ചെറിയ ഡെറിവേഷൻ ചെയ്യുന്നുണ്ട്. ആ ഡെറിവേഷൻ നമുക്ക് നോക്കാം. എന്താണ് YA, ഇപ്പോൾ എഴുതുന്നില്ല, നമുക്ക് നോക്കാം ഏതായാലും. എന്താണ് സാർ ആദ്യം ചെയ്യാൻ പോകുന്നത്, YA ഇൻ ദി കണ്ടെയ്നർ 1, അങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. YA ഇൻ ദി കണ്ടെയ്നർ 1, ദാറ്റ് മീൻസ് വേപ്പേഴ്സിൻ്റെ കമ്പോസിഷൻ ഇൻ ദ കണ്ടെയ്നർ 1. അപ്പോൾ എന്താണ് പറയാൻ പറ്റുക, നമുക്കറിയാം YA എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയല്, PA ഡിവൈഡഡ് ബൈ P ടോട്ടൽ എന്നല്ലേ നമ്മളെപ്പോഴും പറയില്ലേ. PA എന്ന് പറഞ്ഞാൽ P0 ഇൻറ്റു കൈ എ ഇൻ ദി കണ്ടെയ്നർ 1, എടുത്തെടുത്ത് കാണാണ്, കാരണം കണ്ടെയ്നർ 1ലും കൈ എ എന്നല്ലേ. ഇൻ ദി കണ്ടെയ്നർ 1 ഡിവൈഡഡ് ബൈ P0A ഇൻറ്റു കണ്ടെയ്നർ 1 പ്ലസ് P0B ഇൻറ്റു കണ്ടെയ്നർ 1. അടുത്തത് YA മാത്രം കണ്ടെത്തിയാൽ ആയില്ല, അടുത്ത വേറൊരു പാർട്ടിക്കിൾ കൊണ്ടിരുന്നു, രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഈ സൊല്യൂഷൻ. അപ്പോൾ YBയും കൂടി കണ്ടെത്തണം. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, XA കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, XB തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, YB എന്ന സാധനത്തിൻ്റെ പകരം ഞാൻ എന്ത് ചെയ്യും, 1 - YA ഇൻ ദി കണ്ടെയ്നർ 1 എന്ന് പറഞ്ഞൂടെ പറയാം. കാരണം വെച്ചാൽ ഒരു വേരിയബിൾ തന്നെ ഇക്വേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ജനറൽ ഇക്വേഷൻ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഈസിയർ ആവും. അതുകൊണ്ട് സാർ ഒരു വേരിയബിൾ തന്നെ ഇക്വേഷൻ ആക്കി, ഫൈൻ. അങ്ങനെ ആകുമ്പോൾ 1 - YA ഇൻ ദി കണ്ടെയ്നർ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താ കിട്ടുക, P0B ഇൻറ്റു കൈ ബി. കൈ ബിയുടെ പകരം കൈ ബി എന്ന് പറയുന്ന ഇൻഫോർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1 - കൈ എ എന്ന് എഴുതാം. ഇൻ ദി കണ്ടെയ്നർ പറഞ്ഞ് ഇപ്പം പറയുന്നില്ല. പിന്നെ P0B 1 - കൈ IA പ്ലസ് P0A കൈ എ, ആ രീതിയിൽ സാർ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യും, സാർ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് അവിടെ ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കറണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ പഠിക്കണം ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടാൽ മതി. ഇതാണ് YA ഇൻ ദി കണ്ടെയ്നർ 1. ഇനി കുറച്ച് തന്നെ ഒരു ജനറൽ ഇക്വേഷൻ വരുന്നുണ്ട്, അത് നമുക്ക് ശരിക്കും പഠിക്കാം. ഇനി അടുത്ത YA ആൻഡ് YB ആർ ദി കാൽക്കുലേഷൻസ് ഫോർ കണ്ടെയ്നർ. ഓക്കെ ഫൈൻ. നമ്മൾ ഈ പറഞ്ഞ കമ്പോസിഷൻസ് ആണ്, ഇനി ഈ പറഞ്ഞ വേപ്പേഴ്സ് ആണ് അടുത്ത കണ്ടെയ്നർ, രണ്ടാമത്തെ കണ്ടെയ്നറിലേക്ക് പോയത്, അതാണ് കണ്ടൻസേറ്റ് ലിക്വിഡായി മാറിയത്. അപ്പം നമുക്ക് പറയാൻ പറ്റും, ആ പറഞ്ഞ കണ്ടെയ്നറിലുള്ള ലിക്വിഡ് ഫേസിലുള്ള കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടിയ ഈ പറഞ്ഞ കമ്പോസിഷൻസ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് രണ്ടാമത്തെ കണ്ടെയ്നറിലുള്ള വേപ്പേഴ്സിലുള്ള കമ്പോസിഷൻസ് കണ്ടെത്താം. സോ YA ഇൻ ദി കണ്ടെയ്നർ 2 അല്ലേ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നോർമലായിട്ട് PB എന്നല്ലേ, സോറി P0 ഇൻറ്റു A ഇൻറ്റു XA ദാറ്റ് ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു B ഇൻറ്റു XA, ആ സംഭവം ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതാ P0 ഇൻറ്റു XA ഇത് കണ്ടെയ്നർ 2, P0 ഇൻറ്റു XA ടോട്ടൽ ഇത്. അതേപോലെ 1 - YA, നമുക്ക് ഇനി ഇവിടെയും YB നമ്മൾ വെറുതെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു വേരിയബിൾ തന്നെ കിട്ടാൻ 1 - YA ഇൻ ദി കണ്ടെയ്നർ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു P0B ഇൻറ്റു 1 - YA ഇൻ ദി കണ്ടെയ്നർ 1. അതുകൊണ്ട് കണ്ടെയ്നർ 1 എന്ന് എഴുതുന്നത് ഇവിടെ ആക്ച്വലി വേണ്ടത് XB അല്ലേ എന്ന് ഡൗട്ട് ഉണ്ടാവും. അവിടെ XB തന്നെ അല്ലടെ ഇവിടത്തേക്ക് ആ ഒരു വേപ്പറായിട്ട് എടുത്തിയത്, അതുകൊണ്ടാണ് കണ്ടെയ്നർ 1ലുള്ള വേപ്പർ ഫേസിലുള്ള ഇത് എഴുതുന്നത്. ഓക്കെ, സോ അത് നമ്മളങ്ങനെ എഴുതി ഡിവൈഡ് ബൈ, അപ്പോൾ 2 ഡിവൈഡ് ചെയ്ത് അങ്ങനെ ക്യാൻസലായി. ശരി, ലാസ്റ്റ് ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ വേണമെങ്കിൽ പഠിച്ചോളി കേട്ടോ. എന്നിട്ടോ നമ്മൾ nth കണ്ടെയ്നർ, ഇനി ഇതേ പരിപാടി ഇനി അടുത്ത ഇവിടെയുള്ള വേപ്പേഴ്സൊക്കെ വേറൊരു കണ്ടെയ്നറിൽ പോകും, അവിടെ കണ്ടൻസ് ചെയ്യും. അങ്ങനെ ആ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വേപ്പേഴ്സ് ഞാൻ വേറൊരു കണ്ടെയ്നറിൽ കൊണ്ടുപോകും, അത് കണ്ടൻസ് ചെയ്യും. അങ്ങനെ വേറൊരു കണ്ടെയ്നർ, അങ്ങനെ ഒരു ലാസ്റ്റ് ഒരു nth കണ്ടെയ്നറിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, എന്താ ചോദിക്കുക, ആ കണ്ടെയ്നറിലുള്ള വേപ്പേഴ്സിൻ്റെ കമ്പോസിഷൻ പറ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഈ പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഓരോ പ്രാവശ്യം ഇക്വേഷൻ ആദ്യം P ടോട്ടൽ കണ്ടെത്തും, എന്നിട്ട് വേപ്പർ ഫേസിലെ കണ്ടെയ്നർ കമ്പോസിഷൻ കണ്ടെത്തും, എന്നിട്ട് അടുത്തതിലുള്ള P ടോട്ടൽ ഈ പറഞ്ഞ വേപ്പർ ഫേസ് വെച്ചിട്ട് കമ്പോസിഷൻ വെച്ച് കണ്ടെത്തും. അങ്ങനെ അടുത്ത കുറേ നേരം സമയമാവും. ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അഡ്വാൻസിൽ ഈ ഒരു ലെവലിൽ ചോദ്യം ചോദിച്ചാൽ
രക്ഷപ്പെടാൻ പറ്റും. ജെ മെയിൻസിലൊന്നും കുറേയും ചോദിക്കില്ല, ജെ അഡ്വാൻസിൽ മേ ബി ഇങ്ങനെ ചോദിക്കുക. ഇപ്പോൾ nth കണ്ടെയ്നർ ഇക്വേഷനാണ് വൈ എ ഫോർ ദി കണ്ടെയ്നർ n ഡിവൈഡ് ബൈ 1 മൈനസ് വൈ എ ഫോർ ദി കണ്ടെയ്നർ n ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എ ഫസ്റ്റത്തെ കണ്ടെയ്നർ എക്സ് എ ഫോർ ദി കണ്ടെയ്നർ 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് എ ഫോർ ദി കണ്ടെയ്നർ 1 ഇൻറ്റു പി നോട്ട് എ ഡിവൈഡ് ബൈ പി നോട്ട് ബി ഹോൾ സ്ക്വയർ. ഇക്വേഷൻ അങ്ങോട്ട് പഠിച്ചു നോക്കാം. ഡൺ. ഇപ്പോൾ ഇക്വേഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കാണുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇയാളാണ് അല്ലേ. ഓക്കെ, ഇവിടെ ഹോൾ സ്ക്വയർ അല്ല, ഇത് n ആണ്. എത്രാമത്തെ കണ്ടെയ്നർ അതാണ് ആ സ്ക്വയർ, ആ രീതിയിലുള്ള. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി ഫസ്റ്റ് കണ്ടെയ്നർ എ 3 മോൾസ് ഉണ്ട്. പിന്നെ എന്താണ് ആദ്യം പറയുന്നത് വൈ എ ഇൻ ദി കണ്ടെയ്നർ 1 ആൻഡ് വൈ ഇൻ ദി കണ്ടെയ്നർ ബി. അത് വളരെ സിമ്പിളാണ്, അത് കണ്ടെത്താൻ നമുക്കറിയാം. അത് നോർമലായിട്ട് പി ടോട്ടൽ കണ്ടെത്തിയിട്ട് പി എ ഡിവൈഡ് ബൈ പി ടോട്ടൽ ചെയ്താൽ മതി. അതുപോട്ടെ, ഇനി അടുത്ത രണ്ടാമത്തെ വൈ എ 2 ആൻഡ് വൈ എ 2 വൈ ബി ആണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, എനിവേസ് അത് കണ്ടെത്താം. അത് എങ്ങനെ കണ്ടെത്താൻ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും വൈ എ ഇൻ ദി കണ്ടെയ്നർ 2 ഡിവൈഡ് ബൈ 1 മൈനസ് വൈ ബി ഇൻ ദി കണ്ടെയ്നർ 1 വൈ എ. അപ്പോൾ 1 മൈനസ് വൈ ബി ഇൻ ദി കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തെന്നത് വൈ ബി ഇൻ ദി കണ്ടെയ്നർ 2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ ദാറ്റ് എക്സ് എ ഫസ്റ്റത്തെ മോൾ ഫ്രാക്ഷൻ അല്ലേ ഇൻ ദി കണ്ടെയ്നർ 1 എത്രയാണ് 3/4. 3/4 അല്ലേ, കറക്റ്റ്. 3/4 whole divided by second yb in the container 2, that is I could say that 1/4 into എത്രാമത്തെ കണ്ടെയ്നർ ആണ് ഇത്, രണ്ടാമത്തെ കണ്ടെയ്നർ ആണ്. ശരി, പി എ നോട്ട് ഇനീഷ്യലായിട്ട് പി എ നോട്ട് ദാറ്റ് ഈസ് 700 ഡിവൈഡഡ് ബൈ 350 രണ്ടാമത്തെ കണ്ടെയ്നർ സ്ക്വയർ. ഇത് 2 ആണ്. ഓക്കെ, അത് 4 ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടാം വൈ എ ഇൻ ദി കണ്ടെയ്നർ 2 ബൈ വൈ ബി ഇൻ ദി കണ്ടെയ്നർ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ക്യാൻസൽ ആയി. ഇപ്പോൾ 3 ഇൻറ്റു 4/1. ഇപ്പോൾ ഇവിടെ സംഭവിച്ചാൽ ഞാൻ ഇവിടെ വൈ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോസിൽ ഇപ്പം ഞാൻ പറയുകയാണ് എ ബൈ ബി ഇസ് ഈക്വൽ ടു 3/2 എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും എ ഇസ് ഈക്വൽ ടു 3യും ബി ഇസ് ഈക്വൽ ടു 2 എന്ന് മാത്തമെറ്റിക്കലി നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ റേഷ്യോസ് ഇവിടെ വെറുതെ വൈ കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും വൈ എ അല്ല 1 മൈനസ് ആ വൈ ബിയുടെ പകരം ഞാൻ എന്ത് ചെയ്യും 1 മൈനസ് വൈ എ ഇങ്ങനെ എഴുതും. അത് വൈ ബി തന്നെ അത് ആക്ച്വലി വരാനേ. പക്ഷേ അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ നമുക്ക് നോക്കി ഇവിടെ 4 ഉണ്ടായിരുന്നു, 3 × 12 ആയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടാൻ വൈ എ ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമുക്കതിന് ക്ലിയർ ചെയ്യാം. വൈ എ ഇൻ ദി കണ്ടെയ്നർ 2 ബൈ 1 മൈനസ് വൈ എ ഇൻ ദി കണ്ടെയ്നർ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എ ദാറ്റ് ഈസ് 3/4 ഡിവൈഡഡ് ബൈ 1/4 ദാറ്റ് ഈസ് ഓക്കെ 4 ക്യാൻസൽ ആൻഡ് ദിസ് ഇസ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2യുടെ സ്ക്വയർ 4. So that is 12. So ya in the container 2 that is equal to I could say 12 minus ya in the container 2. 12 minus 12 times ആണ്. അപ്പോൾ അതിങ്ങോട്ടേക്ക് പോകുമ്പോൾ 13 ya in the container 2 that is equal ya എന്ന് പറയുന്നത് എന്തായിരുന്നു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി a mole fraction of a solvent in the vapor phase in the container 2. അതാണ് വൈ എ ഇൻ ദി കണ്ടെയ്നർ 2 എന്നതിന് അടുത്തടുത്ത് പറയുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 12 ആൻഡ് യു കുഡ് സേ ദാറ്റ് വൈ എ ഇൻ ദി കണ്ടെയ്നർ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 12/13. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഞാനിവിടെ വൈ ബി കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം റേഷ്യോ ആയി പോകും. റേഷ്യോ നമുക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതാണ് പരിപാടി. സോ ഈ പരിപാടി ചെയ്ത് അതിന് ഉത്തരങ്ങൾ ഓരോന്ന് ഇനി വൈ 100 ആണെങ്കിൽ ഇതേ ഇവിടെ വാല്യൂസ് കൊടുക്കുക. ഇവിടെ 100 കൊടുക്കുക, ഇവിടെ എപ്പോഴും 1 കോൺസ്റ്റൻറ്റ്, ഇവിടെ എന്ത് ചെയ്യും 100 കൊടുക്കുക. കഴിഞ്ഞ ഇതേ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മേ ബി ബൈ ഹാർട്ട് ആക്കുന്ന ലാഭമായിരിക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ.